എല്ലാ ABC പ്രേക്ഷകർക്കും പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാന തലക്കെട്ട് എന്ന് പറയുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ ചർച്ച ചെയ്യുന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇത് ആരംഭിക്കുന്നത്. ഏതാണ്ട് 8 മണിക്കൂറോളം ബില്ല് ചർച്ച ചെയ്യും. അപ്പം വലിയ പ്രതിസന്ധികൾ ചില രാഷ്ട്രീയ പാർട്ടികൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഒട്ടുമിക്ക പത്രങ്ങളിലെ ഈ വാർത്ത ശ്രദ്ധിച്ചോ മീര? ശ്രദ്ധിച്ചു. ഇന്ന് ലോക്സഭയിൽ പാസ്സാവും, നാളെ രാജ്യസഭയിൽ അത് വോട്ടെടുപ്പും നടക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് സിനുജി പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ജന്മഭൂമിയിൽ ഒരു പ്രത്യേക കോളത്തിൽ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തയെക്കുറിച്ച് നമുക്കൊന്നും പറയാം. അതായത് വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കെ കോൺഗ്രസ് ആണ് കടുത്ത പ്രതിസന്ധിയിലാകുന്നത്. വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ ബില്ലിനെ അനുകൂലിക്കുകയും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്തതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. ബില്ലിനെ അനുകൂലിച്ചാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെയും ഒരു മതവിഭാഗത്തിൻ്റെയും അപ്രീതിക്ക് കാരണമാകുമെന്നാണ് അവർ കരുതുന്നത്. ബില്ലിനെ എതിർത്താൽ ക്രിസ്ത്യൻ സംഘടനകളുടെ അടക്കം രൂക്ഷമായ എതിർപ്പുണ്ടാകും. അതായത് ഈ കോൺഗ്രസ് ആണ് ഈ വഖഫ് ബില്ല് ഈ രീതിയിലൊക്കെ ആക്കി വെച്ചത്. ഇപ്പം MP-മാർ, അതായത് കേരളത്തിലെ 20 MP-മാരും ഈ ബില്ലിൻ്റെ ഭേദഗതിയെ അനുകൂലിക്കണമെന്ന് KCBC, അതായത് മെത്രാന്മാരുടെ സഭയുണ്ട്, അവരാവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ദീപിക എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തിൻ്റെ മുഖപത്രം എന്നൊക്കെ പറയാവുന്ന ആ പത്രത്തിൽ എഡിറ്റോറിയൽ ഇത് തന്നെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തട്ടെ, അങ്ങനെയാണെങ്കിൽ മുനമ്പത്തുള്ള വീട് നഷ്ടപ്പെടുന്ന, സ്ഥലം നഷ്ടപ്പെടുന്ന കുറേ അധികം ആളുകൾക്ക് സഹായകമാകും. അങ്ങനെയല്ലേ ബാക്കി പത്രങ്ങൾക്ക്? അതെ, ദീപികയിൽ ഇത് വലിയ തലക്കെട്ടോടു കൂടി 8 കോളം എന്ന് തന്നെ പറയാം. അത്രയും വാർത്ത 7 കോളത്തോളം ഇത് തന്നെയാണ് വാർത്ത പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് പ്രതിരോധ വകുപ്പിനും റെയിൽവേക്കും ശേഷം ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫിനാണ്. അത് ഇനിയും എന്താണ് ഇന്ത്യൻ സഖ്യം തിരിച്ചറിയാത്തത് എന്നുള്ളത് ഇന്ത്യക്കാരെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ കേരളം മണ്ണിൽ നടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ശബ്ദം ഉയർത്തുമ്പോൾ എന്തിന് ഇത്തരത്തിലൊരു പുച്ഛം സൃഷ്ടിക്കുന്നു? പത്രങ്ങൾ മുഴുവൻ, എല്ലാ പത്രങ്ങളും അത് തന്നെയാണ് മെയിൻ തലക്കെട്ടായിട്ട് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രതിസന്ധിയുടെ തുടർച്ചയുണ്ട്. മുനമ്പത്ത് ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, കേരള കൗൺസിൽ ഓഫ് ചർച്ച് ഓഫ് ഭാരത് എന്നിവയും ബില്ലിനെ പിന്തുണച്ചു. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രമന്ത്രിമാരും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളും ക്രിസ്ത്യൻ സംഘടനകളുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തു. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. പാർലമെൻറ്റ് ചർച്ചകളിൽ മുസ്ലിം ലീഗിനൊപ്പം ബില്ലിനെ എതിർത്തതാണ് കോൺഗ്രസ്. സഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. JPC യോഗങ്ങൾ ബഹളം വെച്ച് തടസ്സപ്പെടുത്തി. അപ്പോൾ JPC അധ്യക്ഷനോട് അപമര്യാദയായി പെരുമാറിയതിന് കോൺഗ്രസ് അംഗങ്ങൾക്ക് സസ്പെൻഷൻ വരെ കിട്ടി. അപ്പോൾ എല്ലാ കാലത്തും ഈ വഖഫിൻ്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള MP-മാരൊക്കെ ഈ മുനമ്പത്ത് ചെന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ കേരള നിയമസഭയിലേക്ക് വരുമ്പോൾ മുഴുവൻ 140 MLA-മാരും ഈ വഖഫ് നിയമ ഭേദഗതി ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്തു. അവർ അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുന്നു. ഇനി ലോക്സഭയിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസ് MP-മാർ, CPM-ൻ്റെ MP-മാർ, ഇപ്പം കഴിഞ്ഞ ദിവസം CPM-ൽ ഇപ്പം അവരുടെ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. അപ്പം 4 CPM-ൻ്റെ MP-മാരുണ്ട്. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് 4 ദിവസത്തെ അവധി വേണം, ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ പാർട്ടി കോൺഗ്രസിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് കത്ത് കൊടുത്തു. ഈ കത്ത് പിന്നീട് ചോർന്നതോടുകൂടി വലിയ വിവാദമായി. ഒടുവിൽ CPM-ൻ്റെ നേതൃത്വം തന്നെ പറഞ്ഞു നിങ്ങൾ ആ ചർച്ചയിൽ പോയി പങ്കെടുക്കണം, അല്ലെ നാണക്കേട് അതെ, ഇതിൽ അത് ദേശാഭിമാനിയിൽ പറയുന്നുണ്ട്. മധുര MP അടക്കം ഇന്ന് അവർ പോവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടെന്നുള്ളത്. അതായത് CPIM എതിർക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ വാർത്ത കൊടുത്തിട്ടുള്ളത്. അതിൽ പിന്നൊന്ന് പറയേണ്ടത്, ഇവർ ഇന്ത്യൻ സഖ്യം പറയുന്നത് പോലെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനമാണ് ഇത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ കോൺഗ്രസ് MP-മാരുടെ യോഗം ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ട്. കാരണം ഈ ലോക്സഭയിൽ ഇത് ചർച്ച ചെയ്യുമല്ലോ, 12 മണിക്കാണ് ചർച്ച തുടങ്ങുന്നത്. അപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം? അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസ് MP-മാരെല്ലാം കൂടെ വിളിച്ചൊരു യോഗം ചേരുന്നുണ്ട്. ഇതുകൂടാതെ രാഹുലിൻ്റെ നേതൃത്വത്തിലെ യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളോട് അവർ പറഞ്ഞെന്നും വരാം. എന്തായാലും ഇന്നു മുതൽ 4 വരെയുള്ള പാർലമെൻറ്റ് സമ്മേളനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് എല്ലാ കോൺഗ്രസ് MP-മാർക്കും വിപ്പ് നൽകി കഴിഞ്ഞു. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് MP-മാരും നേതാക്കളും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഈ മുസ്ലിം ലീഗിനെ പണക്കാതിരിക്കാൻ വഖഫിനൊപ്പം നിന്നു. അതുപോലെ തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അവിടെയൊക്കെ ക്രൈസ്തവ സമുദായത്തിന് എതിരാണ് കോൺഗ്രസ് എന്നൊരു നിലപാട് വരികയാണ്. നേരത്തെ നമുക്കറിയാം എല്ലായ്പ്പോഴും ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് UDF ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് ഒന്നുകിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സിന്, അങ്ങനെയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഈ ക്രൈസ്തവർക്കെതിരായിട്ടൊരു പ്രശ്നമുണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള ഒരു സംഭവം ഉണ്ടായാൽ
ക്രൈസ്തവർ തിരിയും. മാത്രമല്ല കേരളത്തിൽ മുഴുവൻ രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു നിലപാട് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത കൊണ്ട് ഇതിനോടൊപ്പമുണ്ട്. എല്ലാ വിഭാഗവും വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ സ്വാഗതം ചെയ്ത സന്ദർഭത്തിൽ പാർട്ടി ഭേദമന്യേ എല്ലാ എം പിമാരും ബില്ലിനെ പിന്തുണയ്ക്കണം. അപ്പോൾ ജോർജ് കുര്യൻ ക്രൈസ്തവ സഭയെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം പറയുകയാണ്, മാത്രമല്ല ഈ മുനമ്പം പോലെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ നിയമം കൊണ്ട് സാധിക്കും, അല്ലാതെ ഞങ്ങൾ ആർക്കും എതിരില്ല. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളുണ്ട്, അവ പരിഹരിക്കാനുള്ള നല്ല അവസരമാണിത്. ബിൽ പ്രകാരം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് കമ്മിറ്റിയാണ് നിർണ്ണയിക്കുക. ഇത് ഒരു വിഭാഗത്തിനും എതിരെയുള്ള നിയമമല്ല, മറിച്ച് സാധാരണക്കാരുടെ സ്വത്ത് സംരക്ഷിക്കാനുള്ള നിയമമാണ്. പാവപ്പെട്ട മുസ്ലിങ്ങൾ ഈ ബില്ലിന് അനുകൂലമാണ്. ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായിരുന്നപ്പോൾ ഏറ്റവും അധികം പരാതികൾ വന്നിരുന്നത് വഖഫ് വസ്തുവകകളുമായി ബന്ധപ്പെട്ടാണ്, ജോർജ് കുര്യൻ പറയുന്നു. അപ്പോൾ കോൺഗ്രസ് ആകെ പെട്ടുപോയിരിക്കുകയാണ്. കാരണം ഇവർ ഇപ്പുറത്ത് മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കണോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ പിന്തുണയ്ക്കണോ, ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് എന്തിനാണ് ഈ വഖഫ് നിയമം, അത് തെറ്റാ. അപ്പം പിന്നെ നേരത്തെ മീര ആദ്യം പറഞ്ഞിരുന്നു, റെയിൽവേ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് അത് ദീപികയിൽ വന്നതാണ്. അത് എത്രയോ തവണ ഈ വഖഫ് ബിൽ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്നത് മുതൽ എല്ലാ മാധ്യമങ്ങളും പറയുന്ന ഒരു കാര്യമാണത്. അതെ. അപ്പോൾ അത്തരത്തിലുള്ള ഈ ചർച്ച, ഇപ്പം വഖഫ് നിയമ ഭേദഗതി ബില്ല് വരുമ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ആ പാർട്ടിയുടെ ഭാവി തന്നെ നിശ്ചയിക്കും. നമുക്കറിയാലോ, BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതമാണ്. ആ രീതിയിലാണ് ഇപ്പോൾ 3 തവണയായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. ആ അധികാരത്തിൽ വരുന്ന സർക്കാർ പ്രധാനമായും ചർച്ച ചെയ്ത ഒരു ബില്ല് ഈ വഖഫ് ബില്ലാണ്. അപ്പോൾ ഈ വഖഫ് ബില്ലിൽ തെറ്റായ നിലപാടുകൾ, തെറ്റായ നിയമങ്ങൾ, ഇതിനെയൊക്കെ ഭേദഗതി ചെയ്യണമെന്നേ പറയുന്നുള്ളൂ, മറ്റൊന്നും പറയുന്നില്ല. അപ്പോൾ വഖഫിന് തോന്നിയാൽ അവർക്കിഷ്ടമുള്ള സ്ഥലം അവരുടേതാണെന്നുള്ള രീതിയിൽ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു നിയമത്തിൽ മാറ്റം വരണം, അങ്ങനെ പറ്റില്ല. മാത്രമല്ല നിയമാനുസൃതമായ ചില മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഒരു വിഭാഗം പ്രതികരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ MP ഉണ്ട്, ഹാരിസ് ബിനൻ. അദ്ദേഹം പറഞ്ഞത് ഈ വഖഫ് ബില്ല് ഒരു പക്ഷേ ലോക്സഭയിൽ പാസ്സാക്കിയേക്കും, അതായത് ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും. അപ്പോൾ ഉടനെ ക്രൈസ്തവ സഭ പറയുന്നത് അതാണ്, ഞങ്ങൾക്കും ഇതുപോലൊരു ആവശ്യമേ ഉള്ളൂ. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്വത്ത് അല്ലെങ്കിൽ അവരുടെ വീട് ഇതെല്ലാം ജപ്തി ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന വഖഫുകാർ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ചെയ്താൽ അവർക്ക് നീതി ലഭിക്കണമെന്നേ പറയുന്നുള്ളൂ. ഇവിടെ ഹാരിസ് ബിരാൻ എന്താ പറയുന്നത്, വഖഫിൽ ഭേദഗതി വരുത്താൻ പാടില്ല, അത് ഉടനെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ച, അതായത് വഖഫ് സംബന്ധിച്ചുള്ള ചർച്ച ഇന്ന് പ്രധാനമായിട്ടും എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന അജണ്ടയായിരിക്കും. അതുകൊണ്ടാണ് ഈ കോൺഗ്രസിലെ പ്രതിസന്ധി എന്നുള്ള വാർത്തയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ദീപികയും ദേശാഭിമാനിയും മനോരമയൊക്കെ നോക്കിയിട്ടും ഈ കോൺഗ്രസ് പ്രതിസന്ധി അതിനകത്തില്ലല്ലോ. അപ്പോൾ ഒരു ജന്മഭൂമി അത് മാത്രമായിട്ട് വലിയൊരു വാർത്തയായിട്ട് കൊടുക്കുന്നു. ഒപ്പം മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാണിതെന്ന് ജോർജ് കുര്യൻ്റെ ഒരു ബോക്സ് ന്യൂസും ഉണ്ട്. അപ്പം മുനമ്പം പ്രശ്നം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമുദായം ഇതിനെ ഗൗരവത്തോടെ കാണുന്നു. ഒപ്പം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർ പറയാണ്, ഞങ്ങളുടെ നിയമത്തിലേക്ക്, അല്ലെ ഞങ്ങളുടെ ഒരു കാലങ്ങളായി വെച്ചുകൊണ്ടിരുന്ന വഖഫ് നിയമത്തിലേക്ക് BJP കടന്നു കയറുന്നു, കേന്ദ്ര സർക്കാർ കടന്നു കയറുന്നു, ഇന്ന് എങ്ങനെയൊക്കെ നരേറ്റീവ് സൃഷ്ടിക്കുന്നു. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അല്ല, ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തോട്ടെ. ജോസ് കെ മാണി പറഞ്ഞത് ദീപികയിൽ വന്നതാണ് കേട്ടോ. മുനമ്പത്തെ ജനതയുടെ ഭാവിക്ക് ഭീഷണിയായതും ഭരണഘടനാ വിരുദ്ധവുമായ ചില ഭേദഗതികളെ അനുകൂലിക്കണമെന്ന് ആണ് ജോസ് കെ മാണി പറഞ്ഞത്. അത് ഏത് അർത്ഥത്തിലായിരിക്കും? ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് UDF എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിലായിരുന്നു നിന്നിരുന്നത്. അന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് അത്രയധികം ചർച്ചയൊന്നും വന്നില്ല. ഇപ്പോൾ ഇത് പ്രധാനമായും ചർച്ച വരാൻ കാരണം മുനമ്പത്തെ പ്രശ്നം കത്തി കയറി. ആ ഭാഗത്തേക്ക് ഒരു പള്ളിയും പള്ളിക്കാരും എല്ലാം തന്നെ പ്രത്യക്ഷമായ സമരരംഗത്തേക്ക് ഇറങ്ങി. ആ സമരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യ സമയത്ത് ഈ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ചില അച്ഛന്മാർ അല്ലെങ്കിൽ അവരുടെ സഭാ നേതൃത്വത്തിൽപ്പെട്ട ചില ആളുകൾ UDFനൊപ്പം നിൽക്കണം, ഈ വഖഫ് നിയമ ഭേദഗതി വേണ്ട, നമുക്ക് മതേതരത്വമാണ് വലുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ അവർ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് ഭൂമി വാങ്ങി അവിടെ വീട് വെച്ചെല്ലാം താമസിച്ച് ഇത്രയും വർഷം കഴിയുമ്പോൾ ഇത് വഖഫ് സ്വത്താണെന്ന് പറയുമ്പോഴേ അവർക്ക് പിന്നെ ഒന്നുമില്ല, അവർക്ക് തെരുവിലേക്ക് ഇറങ്ങാനേ പറ്റൂ. അതുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നത്. അങ്ങനെ ജനങ്ങൾ ഇതൊക്കെ കാണുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ബില്ല് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഏറ്റവും അധികം പ്രതിസന്ധി നേരിടാൻ പോകുന്ന കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസ് നിയമം കൊണ്ടുവരുന്നു. ഈ 20 MP-മാരുടെ അടുത്ത് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ദീപിക ദിനപത്രത്തിൽ വലിയ വാർത്ത വരുന്നു, ജോർജ് കുര്യൻ പറയുന്നത് എല്ലാവരും ഒപ്പം നിൽക്കണമെന്ന്. കോൺഗ്രസ് എന്ത് ചെയ്യും അറിയില്ല. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇന്ന് കൊണ്ട് അവസാനിച്ചേക്കും. തുടർ ദിവസങ്ങളിലും ഇതിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടായേക്കും. എന്തായാലും ഈ കോൺഗ്രസിലെ പ്രതിസന്ധി എന്ന വാർത്ത ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.